പാലക്കാടും വടകരയും കേന്ദ്രീകരിച്ച് സിപിഎമ്മും ബിജെപിയും ഒരേ തൂവൽ പക്ഷികളെ പോലെ പാറി പറക്കുകയാണ്. സിപിഎമ്മും ബിജെപിയും ചേർന്ന സിജെപി എന്ന പുതിയ രാഷ്ട്രീയ അന്തർധാരയുടെ ഒടുവിലത്തെ ഇരയാണ് വടകരയുടെ കരുത്തുറ്റ പോരാളി ഷാഫി പറമ്പിൽ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തളയ്ക്കാൻ നോക്കി പരാജയപ്പെട്ടവർ ഇപ്പോൾ ഷാഫിയുടെ തല കൊയ്യാനാണ് വടകരയിലെ ഫ്ളാറ്റിന്റെ കഥയുമായി വരുന്നത്. എന്നാൽ ഷാഫി പറമ്പിൽ എന്ന പോരാളിയെ തളയ്ക്കാൻ ഈ വ്യാജ ആരോപണങ്ങൾ മതിയാകില്ല എന്ന് ബിജെപി പാലക്കാട് ജില്ലാ അധ്യക്ഷനും പിണറായിയുടെ പോലീസും തിരിച്ചറിയുന്നിടത്താണ് വരാനിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ ബിജെപി പുതിയൊരു അജണ്ടയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വടകരയിൽ ഏത് ഫ്ളാറ്റിലാണ് പോയത് എന്നാണ് ബിജെപി പാലക്കാട് ജില്ലാ അധ്യക്ഷന്റെ ചോദ്യം. വടകരയിലെ ജനങ്ങൾ ഹൃദയത്തിലേറ്റിയ തങ്ങളുടെ എംപിക്ക് അവിടെ താമസിക്കാൻ ഒരിടമുണ്ടെങ്കിൽ അത് ഷാഫിയുടെ അധ്വാനമാണ്, ആ മണ്ഡലത്തോടുള്ള സ്നേഹമാണ്. അവിടെ തന്റെ രാഷ്ട്രീയ സഹപ്രവർത്തകനായ രാഹുൽ വന്നാൽ അതിൽ ബിജെപിക്ക് എന്താണത്ര വേവലാതി? രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയത് ഷാഫിയാണെന്നും അതിനാൽ രാഹുലിന്റെ എല്ലാ നീക്കങ്ങൾക്കും ഷാഫിയാണ് ഉത്തരവാദിയെന്നും വരുത്തി തീർത്ത് ഷാഫി പറമ്പിൽ എന്ന ജനപ്രിയ നേതാവിനെ പൂട്ടാനാണ് ബിജെപി ശ്രമിക്കുന്നത്. ഇന്നലെ പാതിരാത്രി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഹോട്ടൽ മുറിയിലേക്ക് പൊതിച്ചോറുമായി ഇരച്ചു കയറിയ ഡിവൈഎഫ്ഐക്കാർക്ക് വാല് ചുരുട്ടി മടങ്ങേണ്ടി വന്നതോടെയാണ് അടുത്ത തിരക്കഥ ബിജെപി ഏറ്റെടുത്തത്. രാഹുലിനെതിരെ പോലീസ് നീക്കം നടത്തിയപ്പോൾ അകമ്പടി സേവിച്ചത് ബിജെപിക്കാരായിരുന്നു. ഇപ്പോൾ ഷാഫിയെ ലക്ഷ്യം വെച്ച് ബിജെപി ആരോപണം ഉന്നയിക്കുമ്പോൾ പിണറായിയുടെ പോലീസ് അത് ഏറ്റുപിടിച്ച് തയ്യാറെടുത്ത് നിൽക്കുന്നു. ഈ ഒത്തുകളി സിജെപി എന്ന അന്തർധാരയുടെ വ്യക്തമായ തെളിവാണ്. നിയമസഭയിലും പുറത്തും പിണറായി സർക്കാരിന്റെ അഴിമതികൾക്കും ബിജെപിയുടെ വർഗീയതയ്ക്കും എതിരെ വിട്ടുവീഴ്ചയില്ലാതെ ആഞ്ഞടിക്കുന്ന ഷാഫി പറമ്പിലിനെ ഇവർക്ക് അത്രയ്ക്ക് ഭയമാണ്. വടകരയിലെ ഫ്ളാറ്റിന്റെ കഥ പറഞ്ഞ് അദ്ദേഹത്തെ തളയ്ക്കാമെന്ന് കരുതുന്നത് വെറും കൈ വെച്ച് കരിങ്കല്ലൊടിക്കാൻ നോക്കുന്നത് പോലെയാണ്. ഈ വ്യാജ ആരോപണങ്ങളൊന്നും തന്റെ രോമത്തിൽ പോലും തൊടില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ ഷാഫിക്ക് കഴിയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സത്യസന്ധത കൊണ്ടാണ്. ഷാഫി പറമ്പിലിനെതിരെ പുതിയ ആരോപണവുമായി വന്ന ബിജെപി പാലക്കാട് അധ്യക്ഷന്റെ ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് എത്രമാത്രം ആസൂത്രിതമാണെന്ന്. കോൺഗ്രസിന്റെ കരുത്തനായ ഈ യുവ നേതാവിനെ വേട്ടയാടാനുള്ള ബിജെപി സിപിഎം നീക്കങ്ങൾ വടകരയിലെയും പാലക്കാട്ടെയും ജനങ്ങൾ പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും. ഷാഫിക്കെതിരെയുള്ള ബിജെപി അധ്യക്ഷന്റെ ആ വാദങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എഫ്ഐആറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് കൃത്യമായ ഒരു പരാമർശം വന്നിട്ടുണ്ട്. വടകരയിലെ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇത്തരത്തിൽ വടകരയിൽ ആർക്കാണ് ഫ്ളാറ്റ് ഉള്ളത്, വടകരയിൽ ആരുടെ ഫ്ളാറ്റിലേക്കാണ് രാഹുൽ ക്ഷണിച്ചിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കേസിൻ്റെ. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തുകയാണെങ്കിൽ അതിജീവിതമാരെ സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഈ കേരളത്തിലെ പൊതുസമൂഹത്തോട് മുഴുവൻ കോൺഗ്രസ് പാർട്ടി മാപ്പ് പറയേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നതാണ് ഇന്നലത്തെ പുതിയ പരാതിയോടുകൂടി ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നത്. ഇതുപോലൊരു സൈക്കോപാത്തിനെ സംരക്ഷിച്ച് നിർത്തുകയും അദ്ദേഹത്തിന് നിരവധിയായ സ്ഥാനമാനങ്ങൾ നൽകുകയും നിരവധിയായ പരാതികൾ രാഹുലിനെതിരെ ഉയർന്നു വന്ന സമയത്തും അദ്ദേഹത്തെ യുവജന വിഭാഗത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കി, അദ്ദേഹത്തെ പാലക്കാട് നിയമസഭാ സീറ്റ് നൽകി, ഇത്തരത്തിൽ പാലക്കാട്ടെ ജനങ്ങളെ വഞ്ചിച്ച് കേരളത്തെ മുഴുവൻ സ്ത്രീജനങ്ങളോടും മാപ്പ് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുകയാണ്. ഇനിയും MLA സ്ഥാനത്ത് ഒരു നിമിഷം പോലും രാഹുൽ നിൽക്കുവാൻ അർഹനല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചേ പറ്റൂ എന്നാണ് ബിജെപിക്ക് ആവശ്യപ്പെടാനായിട്ടുള്ളത്. രണ്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എഫ്ഐആറുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് കൃത്യമായ ഒരു പരാമർശം വന്നിട്ടുണ്ട്. വടകരയിലെ ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇത്തരത്തിൽ വടകരയിൽ ആർക്കാണ് ഫ്ളാറ്റ് ഉള്ളത്, വടകരയിൽ ആരുടെ ഫ്ളാറ്റിലേക്കാണ് രാഹുൽ ക്ഷണിച്ചിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കേസിൻ്റെ. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തുകയാണെങ്കിൽ അതിജീവിതമാരെ സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. രാഹുല് വടകരയിലോട്ട് ക്ഷണിക്കണമെങ്കിൽ രാഹുലിന് വടകരയിൽ ഫ്ലാറ്റ് ഉണ്ടോ? അദ്ദേഹം നൽകിയ സത്യവാങ്മൂലത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് സത്യവാങ്മൂലം നൽകിയതിൽ വടകരയിൽ രാഹുലിന് ഫ്ലാറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ ആരുടെ ഫ്ലാറ്റിലേക്കാണ് രാഹുൽ ഇവരെ ക്ഷണിച്ചത്, വടകരയിൽ ആരാണ് രാഹുലിനെ സംരക്ഷിക്കാനായിട്ടുള്ളത് എന്ന് പോലീസ് കൃത്യമായി ഈ വിഷയത്തിൽ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. രണ്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്തിക്സ് കമ്മിറ്റിയിലേക്ക്
ഈ വിഷയം വിടേണ്ടതുണ്ടോ എന്ന് ഇതിനെക്കുറിച്ച് പഠിക്കും എന്നുള്ളതിൻ്റെ നിയമവശങ്ങൾ പഠിക്കുമെന്നാണ് ആരാധ്യനായ സ്പീക്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്, ഈ എത്തിക്സ് കമ്മിറ്റിക്കകത്ത് UDFൻ്റെയും LDFൻ്റെയും MLA മാർ ഇതിനകത്തുണ്ട്, കോൺഗ്രസ് പാർട്ടിയുടെ MLA മാരുണ്ട്, CPMൻ്റെ MLA മാരുണ്ട്. ഇവർ ഈ വിഷയത്തിൽ എന്താണ് നിലപാടെടുക്കുന്നത് എന്ന് വ്യക്തമാക്കുവാൻ തയ്യാറാവണം. ഇതിനകത്ത് രാഹുലിനെ പുറത്താക്കണം എന്നുള്ളതാണ് ഈ കേരളത്തിൻ്റെ പൊതുസമൂഹം ആവശ്യപ്പെടാനായിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച രീതിയിലാണോ ഈ എത്തിക്സ് കമ്മിറ്റി തീരുമാനം എടുക്കേണ്ടത്, അതിന് വിരുദ്ധമായിട്ടാണോ എടുക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ എത്തിക്സ് കമ്മിറ്റിക്ക് അകത്തുള്ള കോൺഗ്രസിൻ്റെ MLA മാർ രാഹുലിനെ സഹായിക്കുന്ന സമീപനമാണോ അതിനകത്ത് എടുക്കുന്നത് എന്ന് ഞങ്ങൾ കാത്തിരിക്കുകയാണ്.